ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വ്ളോഗ് ചെയ്യണത്. നമ്മുടെ എടുത്ത വണ്ടി ഉണ്ടല്ലോ, അത് പൂജിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വണ്ടി പൂജിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് പൂജിച്ച് കിട്ടിയിട്ടുണ്ട്. താക്കോലൊക്കെ പൂജിച്ച് പ്രസാദം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി പൂജിക്കാനായിട്ട് പറ്റിയില്ല, കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അവിടുത്തെ പൂജാരിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇപ്പം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ പൂജിക്കാനായിട്ടുള്ള ആ താലം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒഴിയണ നേരത്ത് ആ വിളക്കെങ്ങാനും കെട്ട് കഴിഞ്ഞാൽ അതൊരു ബാഡ് ആകില്ലേ എന്ന് ആൾ പറഞ്ഞപ്പോൾ നമ്മളും ചിന്തിച്ചു ശരിയാണല്ലോ, നമ്മളിങ്ങനെ ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ട് ആ വിളക്കണയുമ്പോൾ അയ്യോ നമ്മൾ അഭിഷേകം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് ഫീൽ ചെയ്താലോ എന്ന് കരുതിയിട്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു താക്കോല് പൂജിച്ച് വാങ്ങിയിട്ടോ. പിന്നെ നാരകയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിക്കൊണ്ട് പോയിരുന്നതാണ്. അപ്പം അത് ഞാൻ വണ്ടിയിലെ 2 ടയറിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോന്നു. അങ്ങനെ നമ്മൾ വണ്ടി പൂജിച്ചു ഗൈസ്. നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. ഈ വണ്ടിക്ക് കുറച്ച് ഒരു പൊടിക്ക് പൊക്കം കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞ് കുറേ ക്ഷേത്രങ്ങളൊക്കെ കയറി ഇറങ്ങി കുറച്ച് കസിൻസിൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി അങ്ങനെ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചെത്തി. ഇപ്പോൾ ഈവനിങ് ടൈമാണ് കേട്ടോ, എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണിന്ന്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കുളിച്ചൊരുങ്ങി കുറച്ച് അമ്പലങ്ങൾ കൂടെ കവർ ചെയ്യാനുണ്ട്. കാരണം കാലത്ത് നമ്മൾ കുറച്ച് എനിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് എല്ലാ അമ്പലവും അങ്ങനെ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ, നടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏതായാലും ഡ്യൂട്ടിക്ക് പോകണം, അതിൻ്റെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് കയറണം നമുക്ക്. പിന്നെ ഫസ്റ്റത്തെ സാലറി കിട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്യൂട്ടിക്ക് കയറിയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന സാലറിയാണ്. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻകം കിട്ടാറുണ്ട്, പണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മൾ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഒരു സാലറി ചെറിയ തുകയാണ്, എന്നാലും അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ചെറിയ വഴിപാടുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടത് ജോവീസിൻ്റെ അലോവേര ജെല്ലാണ്. എനിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ, വേറെ ഒന്നും കണ്ടല്ല, നമ്മൾ പാട്ടിട്ടിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ ആ സോങ്ങിൻ്റെ ഒരു ഓളത്തിൽ ഞാൻ ഇങ്ങനെ തുള്ളി തുള്ളി പോണതാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യണ നേരത്തെ അയ്യോ കുറച്ച് ഇളക്കണ്ടല്ലോ എന്ന് തോന്നിയത്. ഷൂട്ട് ചെയ്യണ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ജോവീസിൻ്റെ അലോവേര ജെല്ല് നല്ലതാണ് കേട്ടോ. ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്, കിട്ടുകയാണെങ്കിൽ ലിങ്ക് കൊടുക്കാം. അടിപൊളി സംഭവമാണ്. ആമസോണിൽ നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ചിട്ട് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി വാങ്ങാട്ടോ. ഇപ്പോൾ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവായിട്ട് നടക്കുന്നുണ്ട്. 14 ഫെബ്രുവരി വരെ ഉണ്ട്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. എല്ലാ ബ്രാൻഡ്സിലും 40% ഓഫും എക്സ്ട്രാ 10% ഓഫും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നല്ല പോലെ വാരിപ്പൊത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ വെയിലാണ്, കരിഞ്ഞുണങ്ങും. അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് സൺസ്ക്രീൻ ഇടുന്നുണ്ട്. ഇതും ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് തന്നെ പറയാം. നല്ലോണം പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ആകും, ഒട്ടും ഓയിലി ആക്കില്ല. ലാക്മിയുടെ പുതിയൊരു എന്താ പറയുക ഇറക്കുമതിയാണ് സംഭവം. പിന്നെ നമ്മൾ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം, ഇതിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ആകെ നെക്കി പിഴിഞ്ഞെടുത്തിട്ട് ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി പുതിയത് വാങ്ങിക്കണം. ഇങ്ങനെ ഡെയിലി ഒന്നും യൂസ് ചെയ്യലില്ല, എൻ്റെ ഫസ്റ്റ് ട്യൂബാണിത്. ഇങ്ങനെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുന്ന ഫങ്ഷൻസിനൊക്കെ നമ്മൾ കാര്യമായിട്ട് ചെയ്യില്ല, അപ്പോൾ മാത്രമേ ഇടുള്ളൂ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം ഇട്ടാൽ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. ഇതിട്ടാലും ചെറുതായിട്ടൊരു നാച്ചുറൽ ഗ്ലോ കണ്ടില്ലേ ഫേസിലുണ്ടാകും കേട്ടോ. പിന്നെ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ ഒരു മോയ്സ്ചറൈസറായിട്ടും ഒക്കെ നമുക്ക് ഫേസിലിടാം, നല്ലപോലെ സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇത് ലിപ്സിലിട്ട് കഴിഞ്ഞാണ്ടല്ലോ പോകാൻ ഭയങ്കര പണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കിഷ്ടം. അങ്ങനെയൊന്നും പോകില്ല, എത്ര ഫുഡ് കഴിച്ചാലും പോയില്ല. പിന്നെ കുറേ എണ്ണയൊക്കെ ഇട്ട് അങ്ങോട്ട് തേമ്പി ഉരച്ച് കഴുകി കളഞ്ഞാൽ സംഭവം പോവുള്ളൂ. അല്ലെങ്കിൽ നല്ല അടിപൊളി ക്ലെൻസറൊക്കെ വെച്ച് റിമൂവ് ചെയ്യണം, എന്നാലും ആ ഒരു ഐറ്റം പോവുള്ളൂ കേട്ടോ. അതുപോലെ സ്റ്റേ ചെയ്യാൻ, അതിൻ്റെ പേര് പോലെ തന്നെ നല്ല രീതിക്ക് സ്റ്റേ ചെയ്യുന്ന സംഭവമാണ്. ഈ ഒരു ക്യൂട്ട് മിറർ കണ്ടത് നമ്മൾ തായ്ലൻഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആമിക്കുട്ടി വാശി പിടിച്ച് അവിടെ വെച്ച് വാങ്ങിയതാണ്. അവളെ കൊണ്ട് വാങ്ങിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവസാനം ഇപ്പം ഇത് യൂസ് ചെയ്യണത് ഞാൻ തന്നെയാണ് കേട്ടോ. ഈ മിറർ മേക്കപ്പ് ചെയ്യണ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പുറത്ത് പോകുമ്പോഴും ഇതിൽ ചെറിയ കോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഞാൻ വല്ലാണ്ടൊന്നും ഇടില്ല. ഞാൻ 2-3 കോട്ടൊന്നും ലിപ്സ്റ്റിക്ക് ഇടൽ എനിക്കില്ല. ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോണതാണല്ലോ, അപ്പോൾ ഇങ്ങനെ ആർഭാടം കാണിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ചെറുതായിട്ടൊന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പോണത് കൊണ്ട് മാത്രം പിന്നെ വീഡിയോസ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്ന് മെനയായിട്ടിരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ വളരെ ലൈറ്റായിട്ടൊക്കെ ഇടാറുള്ളൂ കേട്ടോ, ചിലപ്പോൾ ഇടാറുമില്ല. പിന്നെ ദേ ഐലൈനർ, ലാക്മിയുടെ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. ഐബ്രോസ് ഡിഫൈൻ ചെയ്യാനായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൗൺ ആണ് അതിൻ്റെ ഷെയ്ഡ്. എനിക്ക് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ്സ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എടുത്തറിയും. ഒന്നാമതേ എൻ്റെ പിരികം വന്നിട്ട് ഭയങ്കര എന്താ പറയുക
കറുപ്പാണ്, നല്ല കറുപ്പാണ്. പിന്നെ അതിൻ്റെ മേലെ കൂടെ നമ്മൾ ബ്ലാക്ക് ഐബ്രോ പെൻസിലൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാണ്ടല്ലോ പറക്കം തളികല കൊച്ചു കരിഫര പോലെ ഇരിക്കും എൻ്റെ ഫേസ് വന്നിട്ട്. ഐബ്രോസ് വന്നിട്ട് എനിക്ക് ചില സമയത്ത് ഫില്ല് ചെയ്ത് കൂടി പോകുമ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ബ്ലാക്ക് വെച്ച് ഫില്ല് ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഐലൈനർ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ലിക്വിഡ് ഐലൈനറാണ്. ഇത് വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കൈവച്ചൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ സംഭവം ഇളകിപ്പോരും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. ഇതിനിടയ്ക്ക് പല ഐബ്രോ ലിക്വിഡ് ഐലൈനറുകൾ ഞാൻ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഇത് പണ്ടത്തെ ഒരു ക്വാളിറ്റി ഇപ്പോൾ അവർ മെയിൻറ്റെയിൻ ചെയ്യണില്ല, വെള്ളം പോലെ ആയിട്ടുണ്ട്. മറ്റേതൊക്കെ ഉണ്ടല്ലോ വാട്ടർ റെസിസ്റ്റൻറ്റും വാട്ടർ പ്രൂഫൊക്കെ ആയിട്ടുള്ള ഐലൈനറുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പോകുമൊന്നുമില്ല. ചിലതിന് ചെറിയൊരു ഗ്ലോസി ഫിനിഷാണ്, മാറ്റ് ഉള്ളതുകൊണ്ട്. എന്നാലും അത് ഇളക്കി കളയണമെങ്കിൽ ഭയങ്കര പാടാണ്. കണ്ണല്ലേ, ഇപ്പം ഈ ലാക്മിയുടെ ലിക്വിഡ് ഐലൈനറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കങ്ങനെ തേച്ച് മാച്ചൊരയ്ക്കാനൊന്നും പറ്റില്ല, കണ്ണായതുകൊണ്ട് ഭയങ്കര പാടാണത് പറിച്ച് കളയാനും എണ്ണയിട്ട് കളയാനൊക്കെ. അതുകൊണ്ട് ഞാൻ അതങ്ങനെ ഒഴിവാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വഴിപാടിനായിട്ടുള്ള കൊച്ചു കൊച്ചു ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നുണ്ട്, കുറച്ച് ഐറ്റംസ് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ആദ്യത്തെ സാലറി കിട്ടിയതല്ലേ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനൊക്കെ കരുതി. അങ്ങനെ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആമിക്കുട്ടിക്ക് കോണൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇത് വാങ്ങിയതല്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കണത് പോപ്പയില്, അതാണ് പോപ്പ് ചെയ്യുന്ന കോണാണ്. അത് നമ്മൾ മസാലയൊക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ അത് കോണൊക്കെ ആക്കി അതിന് ശേഷം ഡ്യൂട്ടിക്ക് പോകണം. അമ്പലങ്ങളിലൊക്കെ പോയി വന്നു കേട്ടോ, വഴിപാടൊക്കെ ചെയ്ത് വന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി കുറച്ച് തേങ്ങ ചെരുകുന്നുണ്ട്, നമ്മൾ പൂരത്തിൻ്റെ പൊരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല പോലെ കുഴച്ചിട്ട് ചായയും കൂട്ടി കുടിക്കാം, എന്നിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റോഡിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ പൂരത്തിൻ്റെ. ഇവിടെ അടുത്ത് പൂരം നടക്കുന്നുണ്ട്. അങ്ങനെ അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പൊരി നാളികേരട്ട് കുഴച്ച് കഴിക്കൂലേ, കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ. ആമിക്കുട്ടിയും വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഡ്യൂട്ടിക്ക് പോണതും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.